ഡൽഹിയിലെ ബുറാഡി മംഗൾപുരിയിൽ ബോംബ് ഭീഷണി. സർക്കാർ ആശുപത്രിയിലും സഞ്ജയ് ഗാന്ധി ആശുപത്രിയിലുമാണ് ബോംബ് ഭീഷണി. സന്ദേശം ഇമെയിൽ വഴിയാണ് എത്തിയത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. നേരത്തെ ഡൽഹിയിലെ സ്കൂളുകളിലും ഭീഷണി സന്ദേശം എത്തിയിരുന്നു. വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്നും എസ് നന്ദഗോപൻ ചേരുന്നുണ്ട്. നന്ദൻ, ഇന്ന് വൈകുന്നേരത്തോടെയാണ് ഇത്തരത്തിലുള്ള ബോംബ് ഭീഷണിയുടെ വാർത്തകളെല്ലാം തന്നെ പുറത്തു വന്നത്. നിലവിൽ പലയിടങ്ങളിലും ബോംബ് ഭീഷണി ഉണ്ട് എന്ന സൂചനയാണ് ലഭിക്കുന്നത്. ഇതിൻ്റെ ഇപ്പോഴുള്ള വസ്തുത എന്താണ്? പോലീസ് തെരച്ചിൽ തുടരുകയാണോ, അതോ എന്തെങ്കിലും അത് ഒരു വ്യാജ ബോംബ് ഭീഷണിയാണോ, അല്ലെങ്കിൽ അത് യാഥാർത്ഥ്യം എന്തെങ്കിലും ഉണ്ടോ? അത് സംബന്ധിച്ച വിവരങ്ങൾ എന്താണ്? ഐസൻ, ഡൽഹി വിമാനത്താവളം കൂടാതെ 10 ആശുപത്രികൾ എന്നിവിടങ്ങളിലാണ് ബോംബ് ഭീഷണി ഉണ്ടായത്. ഇന്ന് ഉച്ചയോടെ ഡൽഹിയിലെ ബുരാരി, അതേപോലെ തന്നെ സഞ്ജയ് ഗാന്ധി മെമ്മോറിയൽ ആശുപത്രികളിലാണ് ആദ്യ ഭീഷണി സന്ദേശം എത്തിയത്. ഇമെയിൽ വഴിയാണ് ഭീഷണി സന്ദേശം ആദ്യം എത്തുന്നത്. സംഭവത്തിൽ ബോംബ് സ്ക്വാഡും അഗ്നിശമന സേനയും ഉൾപ്പെടെയുള്ള സംഘങ്ങളെത്തി തിരച്ചിൽ നടത്തിയിട്ടും ഒന്നും തന്നെ കണ്ടെത്താനായില്ല. മംഗൾപുരി പോലീസ് ഇത് സംബന്ധിച്ച കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് സംബന്ധിച്ച പരിശോധന തുടരുകയാണ്. സംശയാസ്പദമായ വസ്തുക്കളോ ഉപകരണങ്ങളോ ഇതുവരെ കണ്ടെത്താനായിട്ടില്ലെന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ഹിന്ദു റാവ് ആശുപത്രി ഉൾപ്പെടെ 8 മുതൽ 10 വരെ മറ്റ് ആശുപത്രികൾക്കും സമാനമായ ഭീഷണികൾ ഇമെയിൽ വഴി ലഭിച്ചതായിട്ട് പോലീസ് പിന്നീട് വെളിപ്പെടുത്തി. വൈകിട്ട് 6:15 ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട കോൾ ലഭിച്ചെന്ന് ഡൽഹി അഗ്നിശമന സേന മേധാവി വ്യക്തമാക്കി. ഞായറാഴ്ചയാണ് ഡൽഹിയിലെ, അതേപോലെ തന്നെ ഗുജറാത്തിലെ, അഹമ്മദാബാദിലെയും സ്കൂളുകൾക്ക് ബോംബ് ഭീഷണി ഉണ്ടായിരുന്നെങ്കിലും അത് വ്യാജ സന്ദേശമായിരുന്നു എന്ന് നേരത്തെ തിരിച്ചറിഞ്ഞിരുന്നു. കഴിഞ്ഞ ആഴ്ച സമാനമായ രീതിയിൽ ഡൽഹിയിലെ സ്കൂളുകളിൽ ബോംബ് വെച്ചിട്ടുണ്ട് എന്നുള്ള തരത്തിലുള്ള ഭീഷണികൾ ഉണ്ടായിരുന്നു. അന്ന് കുട്ടികളെ പൂർണ്ണമായും ഒഴിപ്പിച്ച് സ്കൂളുകളിലെല്ലാം തന്നെ പരിശോധന നടത്തിയെങ്കിലും അത് വ്യാജ സന്ദേശമാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കോളുകളും അതേപോലെ തന്നെ ഇമെയിലുകളും അടക്കമെല്ലാം പോലീസ് നിരീക്ഷണത്തിലാണ്. തീർച്ചയായും നന്ദൻ, ഈ ഇമെയിലുകളും അതുപോലുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ പോലീസ് നിരീക്ഷണത്തിലാണ്. ഇതൊരു റിപ്പീറ്റഡ് ആയ, അതായത് കഴിഞ്ഞ തവണ ഉണ്ടായ സമാനമായ ഒരു പല സ്ഥലങ്ങളിലും ബോംബ് ഭീഷണി നടത്തിയ ഒരു സാഹചര്യം കൂടിയാണ്. ഇതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഒരു സൂചന ഇതുവരെ ലഭിച്ചിട്ടുണ്ടോ? ഈ ഇമെയിൽ സന്ദേശങ്ങളെ സംബന്ധിച്ച് ട്രാക്ക് ചെയ്യുന്നതിനൊക്കെ സാധിച്ചിട്ടുണ്ടോ, അതോ അത് ഭാരതത്തിന് പുറത്തു നിന്നാണോ ഈ ഇമെയിൽ സന്ദേശങ്ങൾ വന്നത്? അത്തരത്തിലുള്ള എന്തെങ്കിലും വിവരങ്ങൾ ഈ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് ഔദ്യോഗികമായോ അനൗദ്യോഗികമായോ നമുക്ക് ലഭിക്കുന്നുണ്ടോ? ഇത്തരം വിവരങ്ങളൊന്നും തന്നെ ലഭിക്കുന്നില്ല. ഇമെയിൽ സന്ദേശം എവിടുന്നാണെന്നും അതിന്റെ ഉത്ഭവം എവിടുന്നാണെന്നും പോലീസ് അന്വേഷിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള തീവ്രവാദ സംഘടനകൾക്ക് ഇതിൽ ബന്ധമുണ്ടോ എന്നാണ് പ്രധാനമായും പോലീസ് അന്വേഷിക്കുന്നത്. ഏതായാലും നിലവിൽ ഇതൊരു വ്യാജ സന്ദേശമാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി ഈ വ്യാജ സന്ദേശം അയച്ച വ്യക്തി അല്ലെങ്കിൽ സംഘടന ഇത് കണ്ടുപിടിക്കുകയാണ് പോലീസിന്റെ ലക്ഷ്യം. നേരത്തെ ഡൽഹിയിലെ സ്കൂളുകളിൽ ബോംബ് ഭീഷണിയുമായി ബന്ധപ്പെട്ട ശരി നന്ദഗോപൻ, വിശദാംശങ്ങൾ ലഭ്യമാക്കിയതിനെ